ഇത് രണ്ടുപേരുടെയും വെനസ്ഡേ യൂണിഫോമാണ്. രണ്ടുപേരും ഒന്നിച്ച് കിട്ടിയപ്പം എനിക്കതൊരു ക്യൂരിയോസിറ്റി തോന്നി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് ഇവിടെ കിടക്കട്ടെ, അപ്പോൾ മിസ്സായി പോവില്ലല്ലോ യൂട്യൂബിലാവുമ്പോൾ. അപ്പോൾ ഇത് എൻ്റെ സ്കൂളിലെ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോഴേ കുറച്ച് സ്നാക്സ് മേടിക്കാന്ന് കരുതി മേടിച്ചത്. അപ്പോഴാണ് അവിടെ കണ്ടത് കണ്ണൂരപ്പം. ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ മേടിച്ചു നോക്കി, നമുക്ക് കഴിച്ചു നോക്കാമല്ലോ. ശരിക്കും കണ്ട ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലുണ്ട്. പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ഇല്ല. എന്നാലും അതിൻ്റെ എന്താ പറയുക, ചേട്ടനനി എന്നൊക്കെ പറയാവുന്ന വകഭേദത്തിൽ പെട്ട ഒരാളാണ് തോന്നുന്നുണ്ട് ഈ കണ്ണൂരപ്പം. നമ്മുടെ തൃശ്ശൂർ, അതായത് കുന്നംകുളം ഗുരുവായൂർ ഏരിയയിലൊന്നും ബേക്കറിയിലൊന്നും ഞാൻ ഈ കണ്ണൂരപ്പം കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കണ്ണൂരപ്പം കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പഴയ വീടാണ്. നമ്മൾ ആദ്യം ഇവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. അവിടെ വെച്ചെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഒരു പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ പേരൻസ് മീറ്റിംഗ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമെന്ന് തോന്നി എനിക്ക്. മെയിൻ ടോപ്പിക് പാരൻറ്റിങ് ആയിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ അതറിയാത്ത കാര്യമല്ല പാരൻറ്റിങ്, നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല ഈ പാരൻറ്റിങ്ങിൽ. നമ്മൾ വിചാരിക്കും പെർഫെക്റ്റ് ആണെന്നുള്ളത്, പക്ഷേ നമ്മുടെ കയ്യിൽ ഫോൾട്ടുകളുണ്ട്, ശരിയാണ്. മെയിനായിട്ട് പറഞ്ഞത് മൊബൈൽ യൂസ് ചെയ്യണത് കൂടുതലാണ് കുട്ടികളിൽ കണ്ടുവരുന്നത്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളൊരു മിനിമലായിട്ടെല്ലാം ചെയ്യണതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഫുഡ് കഴിക്കണേ കുട്ടി മൊബൈലാണ്. അങ്ങനെ കൂടുതൽ ടൈം അതിലേ അഡിക്റ്റ് ആയിരിക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ രണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്കിംഗ് ആണെങ്കിൽ നമ്മൾ നോക്കാനൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കുമ്പോൾ അവർ കുട്ടീനെ കറക്റ്റായിട്ട് കെയർ ചെയ്യുന്നില്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർ മൊബൈൽ കൊടുക്കുന്നുണ്ടോ. ഇവിടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞേ. ഇവിടെ ഈ കുട്ടിയുടെ പാരൻസ് വർക്കിംഗ് ആണ്. അപ്പോൾ ഒരു ലേഡിയാണ് നോക്കാൻ നിൽക്കുന്നത്. അങ്ങനെ ഇവർ ഈവനിങ്ങിൽ പാരൻസ് വന്നു കഴിഞ്ഞാൽ കുട്ടി ഇവരെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. കുട്ടി എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കും ഫുൾ ടൈം. പിന്നെ ഇവർക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നുന്നു. കുട്ടി എന്താ പറയണതെന്ന് അവർക്കും മനസ്സിലാവണില്ല. അങ്ങനെ അവർ കുട്ടീനെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല. ലാസ്റ്റ് അവരൊരു കൗൺസിലിംഗ് സെൻറ്ററിലെത്തി. അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടിരുത്തി. അപ്പോഴും കുട്ടി ചുറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. കുട്ടി ഇത് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ ഡോക്ടർ ജസ്റ്റ് കുട്ടിയെടുത്ത് ഒരു റിപ്ലൈ കൂടെ കൊടുത്തു. അപ്പോൾ കുട്ടി ഹാപ്പിയായി. കുട്ടിക്ക് അറിയണില്ല കുട്ടി എന്താ പറയുന്നതെന്നുള്ളത്. പക്ഷേ റിപ്ലൈ കിട്ടിയപ്പോൾ ആൾ ഹാപ്പിയായി. അപ്പോൾ ആൾ പറഞ്ഞു ഡോക്ടർക്ക് കൊറിയൻ ലാംഗ്വേജ് അറിയാമല്ലേന്ന്. അപ്പോഴാണ് മനസ്സിലായത് കുട്ടി എന്തോ കൊറിയൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് കാണുന്നത്. പിന്നെയാണ് മനസ്സിലായത് കൊറിയൻ സീരീസാണ് കുട്ടി കണ്ടിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാണ്. അതിലെ ആക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുട്ടിക്ക് പാരൻസ് മൊബൈൽ കൊടുക്കുന്നില്ല. അപ്പോൾ കുട്ടിയെ നോക്കാൻ വരുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് സമയം പോകാതാകുമ്പോൾ അവർ കൊറിയൻ സീരീസ് കാണുന്നു, കുട്ടിയും കൂടെ ഇരുന്ന് കാണുന്നു. അങ്ങനെയാണ് കുട്ടി ഈ ക്യാരക്ടേഴ്സ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ എത്രത്തോളം ടൈം സ്ക്രീനിൽ സ്പെൻഡ് ചെയ്യണം, ബാക്കി എന്തെല്ലാം കളികളിൽ അവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണ് നമ്മൾ പാരൻറ്റിങ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാതെ അവരുടെ വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ അടുത്ത് പറയാൻ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇതേപോലെ ഇപ്പോൾ മോൻ വന്ന് പറയുന്നൊക്കെ കേട്ടില്ല, അതുപോലെ അവർക്ക് കുറേ പറയാനുണ്ടായിരിക്കും. നമ്മളത് കേൾക്കുക. മുഴുവൻ നമുക്ക് ചിലപ്പോൾ കേട്ടിരിക്കാൻ പറ്റില്ലായിരിക്കും, നമുക്ക് ജോലികളുണ്ട്. എന്നാലും നമ്മൾ സമയം കണ്ടെത്തി നമ്മളത് കേൾക്കണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു തലമുറേനെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. കേട്ടതൊക്കെ ശരിയാണ്. പിന്നെ മൊബൈലിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കൺട്രോൾ വെക്കണം. പേരൻസ് ആരൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ കുട്ടികളുടെ എങ്ങനെ വളർത്തണം എന്നുള്ള റൂൾസ് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് നമ്മൾ റൂൾസ് ഉണ്ടാക്കുമ്പോൾ അത് മറികടക്കാൻ മറ്റാരെയും സമ്മതിക്കാതിരിക്കുക അല്ലേ. നമുക്ക് അറിയാം എങ്ങനെയാണ് നോക്കേണ്ടത്. അത് എല്ലാ പേരൻസിനും അറിയാം. ഇപ്പോൾ നമ്മളെ നോക്കിയാൽ നമ്മുടെ പേരൻസിനറിയാം നമ്മളെങ്ങനെ നോക്കേണ്ടിയിരുന്നതെന്നും, നമുക്കറിയാം നമ്മുടെ മക്കളെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നും, ഭാവിയിൽ ഇവർക്കറിയാം ഇവരുടെ മക്കളെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നും. അപ്പോൾ അതിൽ നമ്മൾ മറ്റൊരാൾക്കാരെ അധികം കൈക്കടത്താതിരിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. ഇത്രയാണ് ആ ഒരു പാരൻറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കെയറിങ് അത് അമ്മയുടെ ഭാഗത്തു നിന്നുള്ളത് അമ്മയുടെ ഭാഗത്തു നിന്നും, അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ളത് അച്ഛൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ സിബ്ലിങ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അത് അങ്ങനെയും അവർക്ക് കിട്ടിയിരിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ? ഇനി അല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പം നമ്മളിപ്പോൾ എഴുതി പഠിക്കുന്നത് സ്ക്രാപ്പ് ബുക്കിലാണ്. ഇതൊരു നല്ല ബുക്കാണ് കേട്ടോ കുട്ടികൾക്കായിട്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ക്രാപ്പ് ബുക്ക്. ഇതിപ്പോൾ ഡ്രോയിങ് ആണ്. കുട്ടികൾക്ക് ഹാൻഡ് നല്ല ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പക്ഷേ ഇതിൽ 4 ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 2 എനിക്ക് കാണാനുള്ളൂ. ഇതിൽ 1, 2, 3 അഡീഷൻ, സബ്ട്രാക്ഷൻ. പക്ഷെ അതൊന്നും ഇപ്പോൾ അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ആ നമ്പേഴ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് മുകളിൽ കൂടെ എഴുതിപ്പിക്കുമ്പോൾ അവർക്ക് നല്ല ഏതാണ് നമ്പേഴ്സ് എന്ന് മനസ്സിലാവാൻ പറ്റും. നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ മോനിപ്പം LKGയിലാണ്. അപ്പോൾ അവൻ്റെ നമ്പറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇത് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് ഞാനത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ 2 ഉണ്ടായിരുന്നത് ABCD ഫുള്ളായിട്ടുള്ളതും 1, 2, 3 ഫുള്ളായിട്ടുള്ളതുമായിരുന്നു. അതിൽ തന്നെ ഫിംഗേഴ്സ് ഫ്ലെക്സിബിൾ ആവാനായിട്ടുള്ള വേറെ എന്താ പറയുക, സ്ലാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, അതേപോലെ കേർവ്ഡ് ലൈൻസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ 2 ബുക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. പഠിച്ച് അത് എവിടെയോ കൊണ്ടിട്ടു.
പിന്നെ അതേപോലെ ഒരു പെന്നുണ്ട്. ആ പെന്ന് നമ്മൾ എഴുതി കഴിഞ്ഞത് ഒരു ഇതിൽ മാത്രമേ തെളിയുള്ളൂ. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് മാഞ്ഞു പോയിക്കോളും എഴുതിയത്. പിന്നെ അതിന് റീഫില്ലേഴ്സും ഉണ്ട് അതിൻ്റെ കൂടെ കേട്ടോ.